കഴിഞ്ഞ ദിവസത്തെ കളി കഴിഞ്ഞതിന് ശേഷം ഒത്തിരി സ്ഥലത്ത് കണ്ടു. എന്തിനാണ് ശിവൻ ദുബെയ്ക്ക് ലാസ്റ്റ് ഓവർ കൊടുത്തത്, അല്ലെങ്കിൽ ശിവൻ ദുബെ എന്ത് മോശമായിട്ടാണ് എറിഞ്ഞത്, ലാസ്റ്റ് വന്ന ആർച്ചർ 3 സിക്സൊക്കെ അടിച്ചല്ലോ എന്നൊക്കെ. ശരിക്കും എനിക്ക് തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്കും ആദ്യം ശിവൻ ദുബെ ബോൾ ചെയ്യാൻ വന്നപ്പം നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഒരു നെറ്റി ചൊളിച്ചൊരവസ്ഥ ഉണ്ടായത്. പക്ഷെ നിങ്ങൾ അതിൻ്റെ ഒരു യാഥാർത്ഥ്യം നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഹാർദിക്കിൻ്റെയും അർഷദീപിൻ്റെയും ബുംറയുടെ ഒക്കെ സ്പെല്ല് തീർന്നിരിക്കുകയായിരുന്നു. പിന്നെ മിച്ചമുണ്ടായിരുന്ന ആകെ അക്ഷർ പട്ടേലാണ്. അപ്പോൾ ആ സമയത്ത് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ബാറ്റ് ചെയ്തുകൊണ്ടിരുന്ന ബാറ്റ്സ്മാനും അത്ര സെറ്റായിട്ടാണ് പുള്ളി സ്പിന്നിനെയൊക്കെ കളിച്ചുകൊണ്ടിരുന്നത്. പുള്ളി ആ സെഞ്ചുറി അടിച്ചത് തന്നെ, ജേക്കബ് ബദൽ ആ സെഞ്ചുറി അടിച്ചത് തന്നെ ഓൾമോസ്റ്റ് നല്ല ഹിറ്റിങ്ങോട് കൂടി തന്നെയായിരുന്നു. ബുംറ ഒഴികെയുള്ള എല്ലാ ബോളേഴ്സിനും കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീണ്ടും അവിടെ ഒരു ഡെത്ത് ഓവറായിട്ട് വെറും 30 റണ്ണ് വേണ്ടിയിരിക്കുന്ന ഒരു ഓവറിൽ ഒരു സ്പിന്നറിനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ 5 ബോൾ സിക്സ് അടിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു 6 ബോൾ സിക്സ് അടിച്ചു കഴിഞ്ഞാൽ ജയിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് തന്നെ അത് നീങ്ങുമായിരുന്നു. അപ്പം അവിടെ ഒരു സ്പിന്നർ ഒഴികെ ഒരു അടുത്ത ബോളർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ആ സമയത്ത് ഇന്ത്യൻ ടീമിന് മുന്നിലുണ്ടായിരുന്നത് ശിവൻ ദുബെ തന്നെയാണ്. അപ്പം എനിക്ക് തോന്നുന്നത് വെച്ച് കഴിഞ്ഞാൽ പുള്ളി ആദ്യത്തെ ഒരു 2 ബോള് നല്ല സൂക്ഷിച്ച് തന്നെയാണ് എറിഞ്ഞത്. അതിൽ ഏറ്റവും വഴിത്തിരിവായത് ജേക്കബ് ബദലിൻ്റെ റണ്ണൗട്ട് തന്നെയാണെന്ന് പറയേണ്ടിയിരിക്കുന്നു. അപ്പം അത് കഴിഞ്ഞുള്ള ബോളുകൾ ഒന്നും നഷ്ടപ്പെടാനില്ലാത്ത ഒരു ആർച്ചറാണ് അവിടെ നിന്നത്. അപ്പം ഹിറ്റ് ചെയ്യുവാണെങ്കിലും ഹിറ്റ് ചെയ്യട്ടെ, അതിൻ്റെ മുകളിൽ ഒരു എക്സ്ട്രാ റണ്ണോ അല്ലെങ്കിൽ ഒരു നോ ബോൾ ഫ്രീ ഹിറ്റും കൂടെ വരുന്നതിനേക്കാളും നല്ലത് കുറച്ച് റണ്ണ് അവർ എടുക്കുവാണെങ്കിൽ പോലും, ടാർഗറ്റിന് മുകളിൽ വരത്തില്ലാത്ത റണ്ണ് എടുക്കുവാണെങ്കിൽ പോലും വെറുതെ ഓവർ എറിഞ്ഞു തീർക്കുവാണെങ്കിൽ അത്രയും നല്ലതെന്നുള്ള രീതിയിലാണ് പുള്ളി ബോൾ ചെയ്യുന്നതാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ലാസ്റ്റ് ആർച്ചർ അടിച്ച 2-3 സിക്സിൻ്റെ പേരിൽ പുള്ളി ഇത്രയും ഒരു ട്രോൾ ഏറ്റുവാങ്ങേണ്ട ഒരാളാണെന്ന് പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. പിന്നെ നമ്മുടെ ഈ സഞ്ജു ഒക്കെ ലീഗ് സ്റ്റേജിൽ കളിച്ച് തുടങ്ങുന്നതിന് മുന്നേ നമ്മുടെ ടീമിനെ മൊത്തം എനിക്ക് തോന്നുന്നു ഏകദേശം ഇഷാൻ കിഷനും ശിവൻ ദുബെയും ഹാർദിക് പാണ്ഡ്യയും കൂടെയാണ് മുന്നോട്ടുള്ള മത്സരങ്ങളിലേക്കെല്ലാം കൊണ്ടുപോയത്. അപ്പം അങ്ങനെ ഒരു പ്ലെയറിനൊരു പരിഗണന കൂടി നമ്മൾ നോക്കേണ്ടിയിരിക്കുന്നു. അപ്പം ഇതിന് മുന്നേ നടന്ന ലാസ്റ്റ് കളിയിലും തീർച്ചയായിട്ടും പുള്ളി അടിമേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ആദ്യമായിട്ടൊന്നുമല്ല പുള്ളി ഇങ്ങനെ അടിമേടിക്കുന്നത്. പക്ഷേ പുള്ളി അത്രയും വിശ്വസിക്കാൻ പറ്റുന്ന ഒരു ബോളറുമാണെന്ന് ഞാൻ പറയുന്നില്ല. എന്നാലും പുള്ളി ആ ഒരു 20th ഓവർ എറിഞ്ഞ ഒരു കറേജ് അത് സമ്മതിച്ചു കൊടുത്തേ പറ്റുള്ളൂ. കാരണം അതുപോലെ ഒരു റോഡ് പോലത്തെ ഒരു പിച്ച് വരുന്നതിനും പോകുന്നതിനും എല്ലാം ഓടുപാട് അടിച്ചിട്ട് പോകുന്നു. അപ്പം അങ്ങനെ ഒരു പിച്ചിലേക്ക് പുള്ളി ധൈര്യപൂർവ്വം ലാസ്റ്റ് ഓവർ ക്യാപ്റ്റൻ പറഞ്ഞിട്ടാണെങ്കിൽ കൂടി ലാസ്റ്റ് ഓവർ ഏറ്റെടുത്തു, ഇന്ത്യയെ ജയിപ്പിച്ചു. അത് കഴിഞ്ഞു. അതിപ്പം പുള്ളി എങ്ങനെ എറിഞ്ഞു, എന്തുകൊണ്ടങ്ങനെ സിക്സറുകൾ വന്നു എന്നുള്ളതിൽ അർത്ഥമില്ലെന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. അപ്പോൾ എന്തായാലും ഒരു ബാറ്റ്സ്മാൻ എന്ന നിലയിൽ പുള്ളി ഓരോ ദിവസവും മെച്ചപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഒരു ബോളർ എന്ന നിലയിലും പുള്ളിയുടെ നല്ലൊരു ദിവസം ഫൈനലിലേക്ക് വരട്ടെ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം എന്തായാലും നമുക്ക് ഫൈനലിന് വേണ്ടി കാത്തിരിക്കാം. ഒപ്പം കൂടെ തന്നെ നല്ലൊരു മികച്ച മത്സരത്തിനായിട്ടും. താങ്ക് യു.